പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നാണ് കേട്ടോ. പരോപകാരം എന്താണ്? പുണ്യമാണ്. പാപം എന്താണ്? പരപീഡനമാണ്. പരപീഡനം എന്താണ്? പാപമാണ്. അതായത് ദ്രോഹപരമായ പ്രവൃത്തികളും ദ്രോഹപരമായ ചിന്തകളും എന്താണ്? പാപമാണ്. ദ്രോഹചിന്തകൾ പോലും പാപമാണെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തു പാടില്ല? ഒരിക്കൽ പോലും ഒരു വ്യക്തിയോടും എന്ത് കാണിക്കാൻ പാടില്ല? യാതൊരു ദ്രോഹപരമായ പ്രവൃത്തികളും കാട്ടുവാൻ പാടില്ല. വ്യക്തികളോടൊന്നല്ല, ഒരു ജീവികളോടും നമ്മൾ എന്ത് കാട്ടാൻ പാടില്ല? ആ ക്രൂരത കാട്ടുവാൻ പാടില്ല കേട്ടോ. മൃഗങ്ങളോട് പോലും എന്ത് കാട്ടാൻ പാടില്ല? മിണ്ടാപ്രാണികളോട് പോലും എന്ത് കാട്ടാൻ പാടില്ല? യാതൊരുവിധ ക്രൂരതകളും കാട്ടുവാൻ പാടില്ല കേട്ടോ. അതുപോലെ പരോപകാരം എന്താണ്? പുണ്യമാണ്. നമ്മൾക്ക് കഴിയുന്ന ഉപകാരം ഒരു വ്യക്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അത് പുണ്യമാണെന്നാണ് കേട്ടോ. ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരോപകാരം പുണ്യമാണ്. ഒരു ഉപകാരം ഒരു വ്യക്തിക്ക് ചെയ്യുന്നത് എന്താണ്? നല്ല പ്രവൃത്തിയാണ്. പക്ഷേ നമുക്ക് സ്വയം നഷ്ടമുണ്ടാകുന്ന ഒരു ഉപകാരം ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ. സ്വയം നഷ്ടമുണ്ടാകുന്ന ഉപകാരങ്ങൾ ചെയ്തിട്ട് സ്വയം ആപത്തിലാകാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നമുക്ക് നഷ്ടമുണ്ടാകാത്ത ഒരു ഉപകാരം ഒരു വ്യക്തിക്ക് ചെയ്തു എന്നതിൽ എന്തില്ല? യാതൊരു തെറ്റുമില്ല കേട്ടോ. അതിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ നമ്മളെപ്പോഴും അതുപോലെ തന്നെയാണ് നമ്മൾ മൃഗങ്ങളോടൊന്നും യാതൊരു ക്രൂരതകളും കാട്ടാൻ പാടില്ല. അവയ്ക്കൊക്കെ അല്പസ്വല്പം ഭക്ഷണം കൊടുക്കുന്നത് എന്താണ്? ഭക്ഷണം നൽകുന്നത് എന്താണ്? ഒരു നല്ല പ്രവൃത്തിയാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങൾ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഭക്ഷണം നൽകുന്നതൊക്കെ ശരി തന്നെയാണ്. വളരെ നല്ല കാര്യമാണ്, വളരെ പുണ്യ പ്രവൃത്തിയാണ്. പക്ഷേ അവയുടെ കടിയേൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അത് വേറെ കാര്യം. എൻ്റെ അമ്മ പറയാറുണ്ട്, നീ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ആഹാരമൊക്കെ കൊടുക്കുന്ന കൊള്ളാം, പക്ഷേ അവയുടെ കടിയും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. അതാ നമ്മൾ പട്ടികൾക്കായാലും നായകൾക്കായാലും പൂച്ചകൾക്കായാലും ഒക്കെ അല്പം ഭക്ഷണം കൊടുക്കുന്നത് എന്താണ്? അത് പരോപകാരമാണ്. അത് ഒരു ഉപകാരമാണ് കേട്ടോ. ജീവിയോട് ചെയ്തൊരു കരുണയാണ്, അല്ലെങ്കിൽ ഒരു ജീവിയോട് നമ്മൾ ചെയ്തൊരു ചെറിയ നന്മയാണ്. അങ്ങനെ നന്മകൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ എന്ത് നമ്മൾ ശ്രദ്ധിക്കണം? അവയുടെ കടിയേൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അവയോടൊന്നും ക്രൂരതകൾ കാട്ടുവാൻ പാടില്ല. പട്ടികളെ കാണുമ്പോൾ എന്ത് ചെയ്യും? തെരുവിലൂടെ റോഡിലൂടെ ഒരു പട്ടി പോയാൽ എന്ത് ചെയ്യും? ഉടനെ കല്ലെടുത്തെറിയും. അങ്ങനെയുള്ള പ്രവണതകളൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. മൃഗങ്ങളോടൊന്നല്ല, ആരെയും കേട്ടോ. മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കുന്നതിനോടൊന്നുമില്ല, യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഞാൻ നായകളെയോ അല്ലെങ്കിൽ പൂച്ചകളെയോ ഒന്നും വീട്ടിൽ വളർത്താറുമില്ല കേട്ടോ. അതും പറയാം. നായകളെയോ പൂച്ചകളെയോ ഒന്നും വീട്ടിൽ വളർത്താറില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നായയെയോ ഒരു പൂച്ചയോ വീട്ടിൽ വളർത്തി, ഒരു നായയെ വീട്ടിൽ വളർത്തിയെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവയെ കെട്ടി ഇടേണ്ടതായിട്ട് വരും. ശരിയല്ലേ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു നായയെ നമ്മൾ വീട്ടിൽ വളർത്തി, അതിനെ നമ്മൾ കെട്ടിയിട്ടില്ലെന്ന് കൂട്ടിക്കും. നായയെ കെട്ടിയിടാതെ വളർത്തുകയാണ്. വീട്ടിലോട്ട് ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? ആ നായ അവരെ കടിക്കും, അവരെ ആക്രമിക്കും. അതെന്തായി മാറും? അത് ഇതിനേക്കാളും പൊല്ലാപ്പായിട്ട് മാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ടാണ് ഞാൻ നായയെ വീട്ടിൽ വളർത്താത്തത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു നായയെ വീട്ടിൽ വളർത്തി, നമ്മളതിനെ കെട്ടിയിടുകയാണെന്ന് ഇരിക്കട്ടെ, നായയെ കെട്ടിയിട്ട് വളർത്തുകയാണ്. നമ്മൾ ആ ജീവിക്ക് ഒരു ബന്ധനം നൽകുകയല്ലേ? ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? കാരണം ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഒന്ന് വളരെ ഫ്രീ ആയിട്ട് നടക്കേണ്ട ഒരു ജീവിയെ പിടിച്ച്, നമ്മൾ നായയെ പിടിച്ച് നമ്മൾ കൂട്ടിലിട്ടോ അല്ലെങ്കിൽ കെട്ടിയിട്ടോ വളർത്തിയാൽ ആ ജീവിക്ക് നമ്മൾ ബന്ധനം നൽകുകയാണ് കേട്ടോ. അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ, സത്യമുള്ള. അങ്ങനെ അതെനിക്കൊരു ചെറിയ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ എന്ത് ചെയ്തത്? നായയെ വളർത്താത്തത് കേട്ടോ. നായയെ ഞാൻ വീട്ടിൽ വളർത്താറില്ല. പക്ഷേ എന്തെങ്കിലും തെരുവ് നായകൾക്കൊക്കെ ഞാൻ വീട്ടിൽ വരികയാണ്. തെരുവ് നായകളൊക്കെ വിചാരിതമായിട്ടൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ അവയ്ക്ക് ഭക്ഷണം നൽകാറുണ്ട് കേട്ടോ. തെരുവ് നായകൾക്കും പൂച്ചകൾക്കും ഭക്ഷണം നൽകാറുണ്ട്. അത് വേറെ കാര്യം. അത് നമ്മുടെ ചെറിയൊരു നന്മയാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി നായയെ വീട്ടിൽ വളർത്തുന്നവരാരും വീട്ടിൽ വളർത്തണ്ട എന്നല്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നി, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. നമ്മൾ ജീവിയെ കെട്ടിയിട്ട് വളർത്തുമ്പോൾ അതൊരു ബന്ധനം നൽകുകയല്ലേ എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ നായയെ ഒന്നും വീട്ടിൽ വളർത്താറ്. പിന്നെ കെട്ടിയിടാതെ വളർത്തിയാൽ എന്ത് ചെയ്യും? ആ നായകൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വീട്ടിൽ വരുന്നവരെ കടിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്.
അപ്പോൾ അതിനേക്കാളും പ്രശ്നമായി തീരും. രണ്ടും ചെയ്യാറില്ല. നായയെ വളർത്താറില്ല. പക്ഷേ നായയോ പൂച്ചയോ ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് വേറെ കാര്യം കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരോപകാരം എന്താണ്? പുണ്യമാണ്. പാപം എന്താണ്? പരപീഡനമാണ്. ദ്രോഹപരമായ ചിന്തകൾ പോലും എന്ത് ചെയ്യുന്നു? ആ ദ്രോഹപരമായ ചിന്തകൾ പോലും നാശത്തിൽ കലാശിക്കുന്നു എന്നാണ് കേട്ടോ. നാശത്തിൽ അവസാനിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ചെറിയ ദ്രോഹപരമായ ചെറിയ പ്രവൃത്തികൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. നന്മപരമായ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ജീവിതം എന്തു ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് എന്തു ചെയ്യും? ആ സൗഭാഗ്യങ്ങളിലേക്ക് അങ്ങ് പോകും കേട്ടോ.